ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. നൂഡിൽസ് ചിക്കൻ റോളാണ് ഇത്. ഈ തവണത്തെ ഇഫ്താറിന് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ വൈകുന്നേരം ചായക്ക് കടിയായിട്ടും ഇത് ഉപയോഗിക്കാം. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. ഈ നൂഡിൽസ് ചിക്കൻ റോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ചിക്കൻ 200 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ടിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 1/2 അവർ ഞാൻ വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അതിനു വേണ്ടി കടായിൽ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്തു. എന്നിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ വെക്കുവാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കും. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ്റെ കൂടെ തന്നെ ഇതും കൂടി ഫ്രൈ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ നൂഡിൽസും കൂടി കുക്ക് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഞാൻ സ്റ്റൗവിൻ്റെ വേറൊരു അടുപ്പിൽ തന്നെ വെള്ളം വെക്കുന്നുണ്ട്. നൂഡിൽസ് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് 2 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്തു. അതിലേക്ക് 2 ചിക്കൻ്റെ നൂഡിൽസാണ് ആഡ് ചെയ്യുന്നത്. ചിക്കൻ ഫ്ലേവറിലുള്ള നൂഡിൽസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നൂഡിൽസ് ആഡ് ചെയ്യാം. 2 പാക്കറ്റും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പാക്കറ്റിൽ തന്നെ സാധാരണ കിട്ടാറുള്ള മസാല ഉണ്ടല്ലോ, നൂഡിൽസ് മസാല, അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 2 പാക്കറ്റിലും ഉള്ളത് ആഡ് ചെയ്തു. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ നൂഡിൽസ് കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഇല്ലാതെ തന്നെ വറ്റിച്ചെടുക്കണം. ഇത് അടച്ച് വെച്ചിട്ട് അവിടെ നിന്നിട്ട് കുക്കാവട്ടെ. ആ സമയത്ത് ചിക്കൻ നമുക്ക് നോക്കാം. ചിക്കനും കുക്കായിട്ട് വരുന്നുണ്ട്. ½ അവർ കൊണ്ട് ചിക്കൻ കുക്കായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് സ്റ്റൗവിൽ നിന്നും മാറ്റിയതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കുകയും കൂടി വേണം. നമുക്ക് നൂഡിൽസ് റോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ചിക്കൻ ഒന്ന് ഉടച്ചെടുക്കണം. അത് അതേ സമയം തന്നെ നൂഡിൽസും റെഡി ആയിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഞാൻ പൊട്ടറ്റോ 2 എണ്ണം ബോയിൽ ചെയ്തിരുന്നു കേട്ടോ. ഈ നൂഡിൽസ് റോൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോയും കൂടി വേണം, ഉരുളക്കിഴങ്ങ്. നൂഡിൽസ് സ്റ്റൗവിൽ നിന്ന് മാറ്റുവാണ്. കുക്കായിട്ടുണ്ട്. പൊട്ടറ്റോ 2 എണ്ണം ബോയിൽ ചെയ്തത് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. 2 മീഡിയം ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് പൊട്ടറ്റോ ബോയിൽ ചെയ്യുന്നത് ഞാൻ കാണിക്കാതിരുന്നത് കേട്ടോ. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. ഈ നൂഡിൽസ് റോൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് പൊട്ടറ്റോ, നൂഡിൽസ്, ചിക്കൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും, വലിയവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. ഇത് സ്മാഷ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഞാൻ ഇതൊന്ന് കുറച്ച് ഉടച്ചിട്ടുണ്ട്. സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം.
പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ പൊട്ടറ്റോയും നൂഡിൽസ്, ചിക്കൻ, പിന്നെ സവാള എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം ഇത് ചിക്കൻ റോള് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ റോള് ചെയ്യുവാണ്. കുറച്ച് ഇതുപോലെ എടുത്തിട്ട് റോൾ ചെയ്യാം. വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും വേണമെങ്കിൽ ആക്കാം കേട്ടോ. ഞാനിത് റോൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്. വേണ്ട, ഇതുപോലെ ബാക്കിയുള്ളത് എല്ലാം തയ്യാറാക്കാം. ഇത് നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അധികം വേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഒരു അളവിലുള്ളതാണ് ഇത്. ഒരു 25 എണ്ണം കിട്ടും ഇങ്ങനെ ഈ അളവിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ എല്ലാം റോൾ ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഇങ്ങനെ തയ്യാറാക്കിയിട്ട്. ഞാൻ എല്ലാം തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഒന്നും കൂടി സെറ്റാവും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല ക്രിസ്പി ആയി വരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വെച്ചിരുന്നു. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നൂഡിൽസിൻ്റെ കൂടെ ഉണ്ടാകുന്ന മസാലയില്ലേ, അതാണ് ഞാൻ ഒരു പാക്കറ്റ് ഇട്ടിട്ടുള്ളത്. അതില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ മൈദയ്ക്ക് പകരമായിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെയും ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തു. എന്നിട്ടൊരു ലൂസായിട്ട് ഇത് ആക്കിയെടുക്കണം. എൻ്റെ ബാറ്റർ ദോശക്കൊക്കെ ആവുന്നത് പോലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കേണ്ടത്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ റോള് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഞാൻ ബ്രൗൺ ബ്രെഡ് വെച്ചിട്ടാണ് ക്രംസ് ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ടാണ് ബ്രൗൺ കളറിൽ കാണുന്നത്. എല്ലാം ഇതുപോലെ റോൾ ചെയ്തിട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുക്കുവാണ്. എന്നിട്ടാണ് ഫ്രൈ ചെയ്യുക. എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡിൽ മുക്കിയിട്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ നൂഡിൽസ് റോളും കൂടി ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് കരിഞ്ഞ് അങ്ങോട്ട് പോകും. ഓൾറെഡി എല്ലാം കുക്കായതാണല്ലോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെയായിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മതി. ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. വലിയവർക്കാണെങ്കിലും നല്ല ഒരു സ്നാക്കാണ്. ഈ തവണത്തെ നോമ്പിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി പഴംപൊരിയും കട്ട്ലേറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ഇപ്പുറത്തെ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ക്രിസ്പിയാക്കി എടുക്കാം. ഇത്
ഇപ്പോൾ 2 സൈഡും കുക്കായിട്ടുണ്ട്. കണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള നൂഡിൽസ് റോൾ റെഡി ആയിട്ടുണ്ട്. 2 തവണയായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നല്ല സോഫ്റ്റുമാണ്, നല്ല ക്രിസ്പിയുമായിട്ടുള്ള റോളാണ് കേട്ടോ ഇത്. മൈദയ്ക്ക് പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പാനിൽ നിന്നും എല്ലാം മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റോൾ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ടൊമാറ്റോ കെച്ചപ്പിൽ ഡിപ്പ് ചെയ്തിട്ടും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. കണ്ട ഇതിൻ്റെ ഉള്ളിൽ നൂഡിൽസും പൊട്ടറ്റോയും എല്ലാം നല്ല കുക്കായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയുള്ള റോളാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് ചെയ്യണേ ഈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.